പറഞ്ഞ വസ്തുതകൾക്കെതിരെ അന്യായത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് സാധ്യമല്ലെന്നും സിവിൽ പ്രൊസീജിയർ കോഡിലെ 99ന്റെ ലംഘനവും അപ്രകാരം വസ്തുതകളിൽ വ്യക്തത ആരോപിക്കപ്പെടുന്നതിനാൽ അനുവദനീയമല്ലാത്തതുമാണ്. അപ്പോ WPC പ്രകാരം ഒരു ഡിക്ലറേഷൻ എന്ത് ചെയ്യില്ല, നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്രകാരം വസ്തുതകളിൽ വ്യക്തത ആരോപിക്കപ്പെടുന്നതിൽ അനുവദനീയമല്ല. ഏത് കേസിലാണ് അങ്ങനെ പറഞ്ഞത്? തമിഴ്നാട് സംസ്ഥാനം വേഴ്സസ് ഗുരുസ്വാമി എന്ന് പറയുന്ന കേസിലാണ് ഇത് ഹൈക്കോടതിയിൽ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. തമിഴ്നാട് സംസ്ഥാനം വേഴ്സസ് ഗുരുസ്വാമി എന്ന് പറയുന്ന കേസിൽ തമിഴ്നാട് സംസ്ഥാനം വേഴ്സസ് ഗുരുസ്വാമി എന്ന കേസിൽ അന്യായക്കാരൻ വിശദീകരിക്കുന്നത് അയാൾ തോട്ടി വിഭാഗത്തിലെ അംഗമാണ് എന്നും സ്കൂൾ രേഖകൾ അപ്രകാരം ചേർത്തിരുന്നു എന്നും പറയുന്നു. പ്രസിഡന്റിന്റെ വിജ്ഞാപനത്തിൽ തോട്ടി വിഭാഗം പട്ടികജാതി വിഭാഗത്തിൽ പെടുന്നു. തുടർന്ന് അന്യായക്കാരന് RDO നൽകിയ സർട്ടിഫിക്കറ്റിൽ കാട്ടുനായ്ക്കർ എന്ന് രേഖപ്പെടുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ അയാൾ തോട്ടി വിഭാഗത്തിൽ പെടുന്നു എന്നാണ്. പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം തമിഴ്നാട്ടിൽ തോട്ടി വിഭാഗം പട്ടികജാതിയിൽ പെടുന്നു. പക്ഷെ RDO റവന്യൂ ഡിവിഷൻ ഓഫീസർ കൊടുത്ത സർട്ടിഫിക്കറ്റിൽ കാട്ടുനായ്ക്കൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രസിഡന്റ് വിജ്ഞാപനത്തിൽ തമിഴ്നാട്ടിൽ സംസ്ഥാനത്തിൽ പട്ടികവർഗ വിഭാഗത്തിലാണ് കാട്ടുനായ്ക്കർ പെടുന്നത്. അയാൾ ഒരു സ്ഥിരമായ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചപ്പോൾ അന്വേഷണത്തിൽ അന്യായക്കാരൻ പട്ടികജാതിയിൽ പെടുന്ന ഒരു അംഗമല്ലെന്നും എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നുവെന്നും കണ്ടെത്തി ആദ്യത്തെ സർട്ടിഫിക്കറ്റ് അസാധുവാക്കുന്നു. അപ്പൊ ആദ്യം ഇയാൾ തോട്ടി ആണ് എന്ന് പറഞ്ഞു കൊടുത്ത സർട്ടിഫിക്കറ്റ് അസാധുവാക്കും. അപ്രകാരമുള്ള അന്യായം അത്യാവശ്യമായും വിചാരണ കോടതി തീർപ്പാക്കുകയും ചെയ്തു. അപ്പീൽ കോടതിയിൽ അത് സ്ഥിരപ്പെടുത്തുകയും രണ്ടാം അപ്പീൽ കോടതിയിൽ ഹൈക്കോടതി അത് ശരിവെച്ചതുമാണ്. അപ്പോ ആദ്യത്തെ ഒരു അപ്പീലുണ്ട്, പിന്നെ രണ്ടാമത്തെ അപ്പീലുണ്ട്. സെക്കൻഡ് അപ്പീൽ എന്നാണ് പറഞ്ഞത്, റെഗുലർ സെക്കൻഡ് അപ്പീൽ. അത് ഹൈക്കോടതിയുടെ അധികാരത്തിൽപ്പെടുന്നു. അപ്പീൽ കോടതിയിൽ അത് സ്ഥിരപ്പെടുത്തുകയും രണ്ടാം അപ്പീൽ കോടതിയിൽ ശരിവെച്ചതുമാണ്. സുപ്രീം കോടതി സംസ്ഥാനത്തിന്റെ അപ്പീൽ അനുവദിക്കുകയും അന്യായം സിവിൽ കോടതിക്ക് വിചാരണ ചെയ്യാവുന്നതോ ഒരു തീർപ്പ് നൽകുന്നതോ നിരോധിക്കപ്പെട്ടതോ ആണെന്ന് നിരീക്ഷിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ അധികാരി ആവശ്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം തീരുമാനമെടുക്കേണ്ടതാണ് എന്നാണ് തീർപ്പാക്കിയത്. അല്ലാതെ സിവിൽ വ്യവഹാരത്തിൽ വിടുക അല്ല എന്നാണ് ആ കേസിൽ പറഞ്ഞത്. ഈ കേസിന്റെ പേരെന്താ? കുട്ടിനാണു വേഴ്സസ് കേരള സംസ്ഥാനം. ഈ കേസിലെ വസ്തുത മേൽ പറഞ്ഞതാണെങ്കിലും കോടതിയുടെ ശ്രദ്ധയിൽ അന്യായക്കാരന് അവർ പട്ടികജാതി വർഗവിഭാഗങ്ങളിലെ അംഗമാണെന്ന അവകാശം പ്രത്യേകിച്ച് ഉന്നയിച്ചിട്ടില്ലെന്നും വ്യക്തിപരമായി ആണ് കണക്കാക്കേണ്ടതെന്നും ചുമതലപ്പെടുത്തിയ അധികാരിയാണ്. സിവിൽ കോടതിയിൽ നിന്നുള്ളൊരു പ്രഖ്യാപനം ചുമതലപ്പെടുത്തിയ അധികാരിയെ അന്വേഷിച്ച് തീരുമാനമെടുക്കുന്നതിനാൽ അതിൽ നിന്നും തടസ്സപ്പെടുത്തും. അപ്രകാരമുള്ളൊരു സമീപനം അംഗീകരിക്കാവുന്നതല്ല. എന്താണ് ഇവിടെ പറഞ്ഞത്? ജാതി സർട്ടിഫിക്കറ്റ് എന്റെ ജാതി ഇന്നതാണ്, എന്നെ ഇന്ന ജാതിയിൽ പെടുത്തിയിരിക്കുന്നു, ആ ജാതി